കഴിഞ്ഞ ദിവസം ക്വറ്റയിൽ നിന്ന് പെഷവാറിലേക്ക് പോവുകയായിരുന്ന ജാഫർ എക്സ്പ്രസ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി റാഞ്ചിയതിന് തൊട്ടുപിന്നാലെ ഇപ്പോൾ നടക്കുന്നത് നാടകീയ നീക്കങ്ങൾ. 400ഓളം വരുന്ന പാസഞ്ചേഴ്സായിരുന്നു ട്രെയിനിൽ ഉണ്ടായിരുന്നത്. 9 ബോഗികളാണ് ഉണ്ടായിരുന്നത്. അതിൽ കുട്ടികളും സ്ത്രീകളും അടക്കമുള്ള യാത്രക്കാരെയെല്ലാം ബലൂചിസ്ഥാൻ ആർമി മോചിപ്പിച്ചിരുന്നു. ഇവരെ തങ്ങൾ രക്ഷപ്പെടുത്തി എന്നാണ് ഇപ്പോൾ പാക് സൈന്യം അവകാശപ്പെടുന്നത്. അതിന് തൊട്ടുപിന്നാലെ തന്നെ പാകിസ്ഥാൻ സൈന്യം ഹെലികോപ്റ്ററുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഈ ട്രെയിനിൽ ഉള്ള ബന്ദിയാക്കപ്പെട്ടവരെ രക്ഷിക്കാനുള്ള ശ്രമം നടന്നിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ശ്രമം ഉപേക്ഷിച്ചു എന്നാണ് പുറത്തുവരുന്ന വിവരം. ഈ ഒരു നീക്കത്തിൽ 30 പാക് സൈനികർ കൊല്ലപ്പെട്ടിരിക്കുന്നു. 16 BLAയുടെ പ്രവർത്തകരും കൊല്ലപ്പെട്ടതായിട്ടാണ് പുറത്തുവരുന്ന വിവരം. പക്ഷേ ഔദ്യോഗികമായി പാകിസ്ഥാൻ ഇപ്പോഴും പറയുന്നത് 38 പേരെ മാത്രമേ റാഞ്ചിയിട്ടുള്ളൂ എന്നാണ്. ഇപ്പോൾ നിലവിൽ ട്രെയിനിനുള്ളിൽ 182 പേരുണ്ട്. ഇവരെല്ലാവരും തന്നെ ഈ അവധി ആഘോഷിക്കുന്നതിനും മറ്റും പെരുന്നാൾ കൂടുന്നതിനും മറ്റുമായി പോയ സൈനികരും ഒപ്പം തന്നെ പാക് ചാര സംഘടനയിൽ പെടുന്ന അംഗങ്ങളും സർക്കാർ ഉദ്യോഗസ്ഥന്മാരും ഒക്കെയുണ്ട്. ഇവരിൽ 150 പേരെ കൊലപ്പെടുത്തിയായി ബലൂചിസ്ഥാനിലെ ഒരു ആക്ടിവിസ്റ്റായ മാമ ഖദീർ ബലൂചി പറയുന്നു. 150ഓളം പാക് സൈനികർ കൊല്ലപ്പെട്ടു എന്നുള്ളത്. ഏതായാലും 48 മണിക്കൂർ സമയമാണ് പാക് അധികാരികൾക്ക് ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി നൽകിയത്. ഓരോ നിമിഷം കഴിയുന്നവർ വലിയ ആശങ്കയിലാണ് പാകിസ്ഥാൻ. അതിനിടയിൽ പാകിസ്ഥാൻ രണ്ടാകും എന്ന് അവിടുത്തെ ചില രാഷ്ട്രീയ നേതാക്കൾ തന്നെ പരസ്യമായി പറയാൻ തുടങ്ങിയിരിക്കുന്നു. ആഭ്യന്തര യുദ്ധത്തിൻ്റെ പിടിയിലാണ് പാകിസ്ഥാൻ എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നത്. ഒരുപക്ഷെ ലോകത്തിനെ തന്നെ നടുക്കുന്ന ഒരു വലിയ സംഭവം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഈ സമീപകാലത്തൊന്നും കാണാത്ത തരത്തിലേക്ക് ഒരു ട്രെയിൻ റാഞ്ചിക്കൊണ്ടു പോവുകയും അതിൽ ഉള്ളവരെ കൊലപ്പെടുത്താനുള്ള നീക്കം നടക്കുകയും കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം. ഏതായാലും പാക് സൈന്യം ആ പരിസരത്ത് നിന്നും പിന്മാറിയെന്നാണ്. കാരണം പാക് സൈന്യം മാറിയില്ല എങ്കിൽ വലിയ കാഷ്വാലിറ്റി തന്നെ ഉണ്ടാകും. വലിയ രീതിയിൽ തന്നെ ഇതിനുള്ളിൽ കുടുങ്ങിയിരിക്കുന്ന സൈനികരെ കൊലപ്പെടുത്തുമെന്ന് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പ്രസ്താവന ഇറക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും തങ്ങൾ കുട്ടികളെയും യാത്രക്കാരെയും ഒക്കെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ അവരെ തങ്ങൾ ഇതിൽ നിന്ന് ട്രെയിനിൽ നിന്ന് ഇറക്കി വിട്ടിരിക്കുന്നു. ബാക്കിയുള്ളവരെല്ലാം സൈനികർ തന്നെയാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഏതായാലും ആഭ്യന്തര യുദ്ധത്തിൻ്റെ പിടിയിലായ പാകിസ്ഥാനിൽ ഇനി എന്തേ എന്നുള്ള ചോദ്യമാണ്. ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ ഈ റാഞ്ചപ്പെട്ട ബന്ധികളാക്കപ്പെട്ടവർക്ക് എന്ത് സംഭവിക്കുമെന്നുള്ളത് അറിയാൻ കഴിയും. ഏതായാലും പുതിയ അപ്ഡേഷൻ വരുന്ന മുറയ്ക്ക് പ്രേക്ഷകരുമായി അത് പങ്കുവെക്കുന്നതാകും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.